മുസ്ലിമും ക്രിസ്ത്യാനിയുമില്ലാതെ ഹിന്ദുരാഷ്ട്രം സാധ്യമാകില്ലെന്ന് RSS ദക്ഷിണ മധ്യക്ഷേത്ര വിശേഷാൽ സമ്പർക്ക പ്രമുഖും ജനം TV പ്രഭാരിയുമായ A. ജയകുമാർ. ആചാരവും വിശ്വാസവും വ്യത്യസ്തമാകുമ്പോഴും 145 കോടി ജനങ്ങളും ഹിന്ദുസ്ഥാനിലെ ഹിന്ദു ജനതയാണെന്നും A. ജയകുമാർ പറഞ്ഞു. തിരുവനന്തപുരം വെള്ളയമ്പലം CMS നഗറിൽ വിജയദശമി മഹോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു A. ജയകുമാർ. തിരുവനന്തപുരം നഗരത്തിൽ മാത്രം 100 ഇടങ്ങളിലാണ് വിജയദശമി പഥസഞ്ചലനവും പൊതുസമ്മേളനവും നടന്നത്. വെള്ളയമ്പലം ആൽത്തറ CMS നഗറിൽ നടന്ന വിജയദശമി മഹോത്സവത്തിൽ RSS ദക്ഷിണ മധ്യക്ഷേത്ര വിശേഷാൽ സമ്പർക്ക പ്രമുഖും ജനം TV പ്രഭാരിയുമായ A. ജയകുമാർ വിജയദശമി ദിന സന്ദേശം നൽകി. മോഹൻജി ഭാഗവത് പറഞ്ഞു, ഇവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും ഇല്ലാത്ത ഭാരതം ഹിന്ദു രാഷ്ട്രമല്ല എന്ന് പറഞ്ഞു. പരസ്യമായിട്ട് ഡൽഹിയിൽ വെച്ചുള്ള പ്രഖ്യാപനമായിരുന്നു. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രമാണ് ഹിന്ദു രാഷ്ട്രം. അവരിവിടെ ഇല്ലെങ്കിൽ അതൊരു ഹിന്ദു രാഷ്ട്രമല്ല. ഇത് ഹിന്ദുസ്ഥാനിലെ ഹിന്ദു ജനതയാണ്. ആ ഹിന്ദു ജനതയിൽ ക്രിസ്ത്യാനി യേശുവിനെ ഭജിക്കും, മുസ്ലിം അള്ളാഹയെ ജപിക്കും, ഹിന്ദുക്കൾ അവരുടെ ദൈവങ്ങളെ ജപിക്കാം. ഇനി അവർക്ക് ഒരു ദൈവത്തിനെ താല്പര്യമില്ലെങ്കിൽ അവർ ദൈവത്തെ നിരാകരിക്കുകയും ചെയ്യും. പക്ഷേ ഈ ജനത ഹിന്ദുവാണ്. ജാതി ചിന്തകളില്ലാതാക്കി പൗരബോധമുള്ള ജനതയെ വളർത്തുകയും കുടുംബസങ്കല്പങ്ങൾക്ക് കരുത്തു പകരുകയും ചെയ്യുന്ന പഞ്ചപരിവർത്തനമാണ് 100ാം വാർഷികാഘോഷത്തിന് പകരം സംഘം മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 100ാം വർഷം ഇതൊരു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ജന്മദിനാഘോഷങ്ങളല്ല, മറിച്ച് നമ്മൾ ഉള്ളിലേക്ക് നോക്കുക. നാം 100 വർഷം കഴിഞ്ഞ് നാം സ്വയം നമ്മുടെ ജനതയുടെ ഓരോരുത്തരും ഉള്ളിലേക്ക് നോക്കുക. അവരെങ്ങനെയാണ് പരിവർത്തനം ചെയ്യപ്പെടേണ്ടത്. നമുക്കൊരു സ്വദേശി ബോധം ഉണ്ടാവും. വൈദേശിക ആധിപത്യം, വൈദേശികമായ കോംപ്ലക്സും ഒക്കെ അവസാനിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടേതായ ഒരു സ്വദേശി ചിന്തയുണ്ടാവും. നമുക്ക് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല. എല്ലാ മനുഷ്യർക്കും കുടിക്കാൻ പറ്റുന്ന ജലസ്രോതസ്സുകളുണ്ടാവും. അവിടെ ജാതിയുടെ പേര് പറഞ്ഞ് ആരെയും മാറ്റി നിർത്താൻ പാടില്ല. ശവദാഹം ചെയ്യാൻ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ശവദാഹം ചെയ്യാൻ കഴിയും. ക്രിമറ്റോറിയം അതുപോലെ തന്നെ പൂജ, എല്ലാവർക്കും വന്നിട്ട് പൂജ ചെയ്യാൻ ഈശ്വരനെ ആരാധിക്കാനും കഴിയണം. ഏർപ്പെടാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് അതിനെ മാറ്റി നിർത്താൻ പാടില്ല. മുൻ DGP S. ആനന്ദകൃഷ്ണൻ പൊതുപരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ജനം TV MD ചെങ്കൽ S. രാജശേഖരൻ നായരടക്കമുള്ളവർ പൊതുപരിപാടിയിൽ പങ്കെടുത്തു. പാപ്പനംകോട് ദിക്കുബലിക്കളത്തിൽ നടന്ന പൊതുപരിപാടിയിൽ RSS തിരുവനന്തപുരം വിഭാഗ് കുടുംബ പ്രബോധൻ സംയോജക് R. ഗോപകുമാർ വിജയദശമി ദിന സന്ദേശം നൽകി. ജനം തിരുവനന്തപുരം.